ഹലോ ദിസ് ഇസ് മീ ഷാഹിദ് വെൽക്കം ബാക്ക് ടു പെർഫ്യൂം വേൾഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വാട്ടർമെലൺ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ പാർട്ട് 2 അൺബോക്സിങ് വീഡിയോ ഫ്രം UAE നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള അൺബോക്സിങ് വീഡിയോ പാർട്ട് 2 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാട്ടിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബോഡിയിൽ എന്ത് ചെയ്യുക, വാട്ടർ കണ്ടൻറ്റ് മാക്സിമം നിലനിർത്താൻ നോക്കുക. ഫസ്റ്റ് നമുക്ക് അബ്ദുസ്സമദ് അൽ ഖുറൈഷി അവരുടെ വേറൊരു സാധനം കൂടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ബ്ലൂ കളറ് അവരുടെ ഇതിലട്ടോ, ഒരു ക്യാരി ബാഗിലാണ്. മറ്റേത് വൈറ്റ് ആയിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അവരുടെ ബ്രാൻഡ് തന്നെ അല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് അബ്ദുസ്സമദ് അൽ ഖുറൈഷി എന്നുണ്ട്. ഇതിൻ്റെ ഈ ലോഗോ മാറ്റിയിട്ടുണ്ട്. ഇനി പുതിയ കൺസെപ്റ്റ് ആണോ എന്താണെന്നുള്ള വരാം. ഓക്കെ, ഈ പർച്ചേസിൽ എൻ്റെ കയ്യിലുള്ളത് അവരുടെ ബോഡി യൂത് സീരീസിൽ വരുന്ന വെൽവെറ്റ് ബോഡി യൂത്, അതുപോലെ ബെറീസ് ബോഡി യൂത്. ഇത് വാങ്ങാൻ കാരണം നമ്മുടെ പെർഫ്യൂം എക്സ്പ്ലോറർ ആക്കിഫ് നിഷ്താർ ഉണ്ട്. പുള്ളി ഈ സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞിരുന്നു അവരുടെ ബെറീസ് ബോഡി യൂത്ത് അടിപൊളിയാണെന്ന്. അങ്ങനെ ഞാൻ സ്മെൽ ചെയ്തു, ഇഷ്ടപ്പെട്ടു, എടുത്തു. വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ അവരുടെ ഒരു എക്സ്ട്രാ അത്ര ഒരു ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇത് ഒരു മുഹല്ലത്താട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ബെറീസ് ബോഡി യൂത്ത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് എക്സ്പെൻസീവാണ്, ഒന്നിന് ഏകദേശം 400 സംതിങ് ദിർഹംസ് വരുന്നുണ്ട്. അയ്യോ, ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ബെറീസിൻ്റെ സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് ഇവിടെ അടിക്കാം. അയ്യോ, ഓ സൂപ്പർ സ്മെല്ല്. നല്ലൊരു ബെറീസിൻ്റെ ഫ്രാഗ്രൻസിൽ ലൈറ്റായിട്ടുള്ള ഒരു സ്വീറ്റ്, ഒരു എന്താ പറയുക, ബബിൾ ഗം. ഞാൻ ഇപ്രാവശ്യം ദുബായിൽ നിന്ന് പറഞ്ഞ ഒരു ബബിൾ ഗം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വൈബ് അടിച്ചപ്പോൾ കിട്ടി. പക്ഷേ ഇപ്പോൾ സ്മെല്ല് മാറുന്നുണ്ട്. സ്മെല്ല് നല്ല രൂപത്തിൽ മാറുന്നുണ്ട്. ഇത് കോസ്റ്റ്ലിയാണ്. ഓഫർ ഉണ്ടാവും മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ വാങ്ങിക്കരുത്. കാരണം ഇവർ അറബികളെ ഫോക്കസ് ചെയ്തിട്ട് ഇറക്കുന്നതാണ്. ചിലതൊക്കെ നല്ല ഇൻസ്പയർഡ് സാധനമാണ്. അടുത്തത് വെൽവെറ്റ് ബോഡി യൂത്ത്. ഓക്കെ, വെൽവെറ്റ് ബോഡി യൂത്ത് നല്ല സ്മെല്ലാട്ടോ. ഓക്കെ, സ്മെല്ല് ഞാൻ മറന്നിട്ടുണ്ട്. അടിച്ചാല എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുള്ളൂ. നൈസ് ആറ്റമൈസർ. ഇതറിയുന്ന സ്മെല്ലാണല്ലോ, അവിടുന്ന് കുറേ സ്മെല്ല്. ഇത് നമ്മുടെ ഊദ് ഇനീഷ്യോൻ്റെ അബ്ദുസമദിൻ്റെ വേർഷൻ. നൈസ്. നമ്മുടെ ബിൻഷേക്കിൻ്റെ DNA ആ ഒരു വൈബിലോട്ടായിരിക്കും ഇതിൻ്റെ ഫ്രാഗ്രൻസ് വരല്. അതെല്ലാം നൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ അവരെനിക്ക് ഒരു മുഹല്ലത്ത്, അവരെനിക്ക് മസ്ക് അതിന് തന്ന്. ഞാൻ മസ്ക് വേണം, മസ്ക് ഓൾറെഡി എൻ്റെ അടുത്ത് 2 ബോട്ടിലുണ്ട്. പകരം വേറെ എന്തെങ്കിലും തരുന്നുണ്ടപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുഹല്ലത്ത് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഒരു നല്ല നൈസ് മുഹല്ലത്ത് ഉപയോഗിച്ച് നോക്കണം. സെറ്റാ. അടുത്തതൊരു എമിറാത്തി പ്രോഡക്റ്റാണ്. നമ്മുടെ ഫോളോവറാണ് എന്നോട് പറഞ്ഞത്, ബ്രോ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫോളോവറിന് മൂപ്പരുടെ കഫീൻ്റെ അടുത്ത് നിന്ന് സ്മെല്ല് ഇഷ്ടപ്പെട്ട് ചോദിച്ചു. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതൊരു എമിറാത്തി ബ്രാൻഡാണ്. ബ്രാൻഡിൻ്റെ പേരാണ് ഫെന്നെക്. ഓക്കെ, അങ്ങനെ എനിക്ക് അയച്ചെന്നും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര സ്മെല്ലാണ്. മൂപ്പർക്ക് 2-3 ദിവസമൊക്കെ ക്ലോത്തിൽ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എക്സ്പെൻസീവാണ്. 50 ml ഏകദേശം 175 ദിർഹംസാണ് വരുന്നത്. എക്സ്പെൻസീവ് ആയിരിക്കും, അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ ഫസ്റ്റ് വൺ 2 ബഹൂറുണ്ട്, 3 പെർഫ്യൂമുണ്ട്. 3 2 കൂടി വരാനുണ്ട്. അത് അവരുടെ അടുത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഫസ്റ്റ് ദുഖാൻ എന്നുള്ള അവരുടെ ഒരു ബഹൂർ. ദ നെക്സ്റ്റ് ഹൈബ. ഇത് അവരുടെ ഒരു ടോപ്പ് സെല്ലിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. വരുന്നതാണ് പെർഫ്യൂമാണ് ഔദ് എന്നുള്ളൊരു പെർഫ്യൂം. 50 ml ആണ്. പിന്നെ അവരുടെ ട്രയോളജി ഇത് ഞാൻ ഇവരെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഷോപ്പ് പോയ സമയത്ത് പുള്ളി, ഇതിൻ്റെ ഓണറാണെന്ന് തോന്നുന്നുണ്ട്, പുള്ളി അടിച്ചിട്ടുണ്ട് ഈ സ്മെല്ല്. ഞാൻ അപ്പം തന്നെ ചോദിച്ചു ഇത് ഏതാ സ്മെല്ല് ചോദിച്ചു. പുള്ളി വേറെ ഏതൊക്കെ 2 ലെയർ ചെയ്തിട്ട് അടിച്ചിരുന്നത് ട്രയോളജി എന്നാണ് ഈ പെർഫ്യൂമിൻ്റെ പേര്. നല്ല സ്മെല്ല്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ ഉള്ളത് ഇത് മിസ്ക് ലെതർ. നമുക്ക് സ്മെല്ല് നോക്കി നോക്കാം. ഫസ്റ്റ് ട്രയോളജി ഓപ്പൺ ചെയ്ത് നോക്കാം. ബോട്ടിലൊക്കെ കണ്ടില്ലേ, വളരെ മിനിമലായിട്ടുള്ള സിമ്പിൾ സിറ്റി ബോട്ടിൽ കണ്ടില്ലേ. നോ മോർ ഡിസൈൻ, നോ മോർ ഫാൻസി, ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷെ ഫ്രാഗ്രൻസ് ക്വാളിറ്റി ഉള്ളതായിരിക്കും. നമുക്കെന്ത് ചെയ്യാം, ആദ്യം കൈമ കടിക്കുന്നില്ല, ഈ വേറെ തന്നെ അടിച്ച് നോക്കാം. വാ, ഇതേതാണ് ഔദ്.
ഔത് എനിക്ക് കിട്ടിയ ഫീലിങ് നമ്മുടെ ഒരു അക്കോയൻ്റെ ഒക്കെ ഒരു ഡയറക്ഷൻ. സെയിം ഫ്രാഗ്രൻസ് അല്ല, ആ ഒരു വൈബാണ്, ആ ഒരു വൈബിലോട്ടാണ് പോകുന്നത്. ഔത് ഇറ്റ് സ്മെൽസ് സോ ഗുഡ്. സൂപ്പർ, അടിപൊളി സാധനം കേട്ടത്. ദ നെക്സ്റ്റ് വൺ മിസ്ക് ലെതർ. ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് ഹൈവാ ഒരുത്ത പാരിസി മെഗമരെ, അതിൻ്റെ ബ്യൂട്ടിഫുൾ ടിസ്റ്റ്. സെറ്റ് സ്മെല്ല് കേട്ടത്. സെറ്റ് സാധനം. ഇതതിൻ്റെ ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവർ ഫ്രാഗ്രൻസ് മേക്ക് ചെയ്യുമ്പോൾ ചില പെർഫ്യൂമിലുള്ള നോട്ട്സ് സെയിം ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാം. പേര് പോലെ തന്നെയാണ്, മസ്കിൻ്റെയും ലെതറിൻ്റെയും ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ്, പക്ഷേ ദ സെയിം ടൈം സ്ട്രോങ്. ഇറ്റ്സ് സോ ഗുഡ്. ഇതൊക്കെ ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് സ്മെല്ല് ചെയ്തിട്ട് എടുത്ത സാധനങ്ങളാട്ടോ. ഓക്കെ, ബ്ലൈൻഡ് ബൈ പർച്ചേസ് അല്ല, ഡയറക്റ്റ് പോയി. നെക്സ്റ്റ് വൺ ട്രയോളജി. ഇതാ ബോട്ടിൽ എങ്ങനെ വരുന്നത്. ട്രയോളജി ഇതായിരുന്നു ഞാൻ പോയപ്പോൾ പുള്ളി. ഇതും പിന്നെ വേറെ അതുപോലെ ലെയർ ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഹൈവാ, ഇറ്റ്സ് നൈസ് ഫ്രഷ് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ്. ഞാൻ അങ്ങനെ ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസിന് ഡൈ ഹാർട്ട് ഫാനൊന്നുമല്ല, പക്ഷേ സംതിങ് റയർ, സംതിങ് യുണീക്ക് ആണെങ്കിൽ അതെനിക്കിഷ്ടപ്പെടും. ഇറ്റ്സ് വെരി യുണീക്ക്. ട്രയോളജി, ഗിവ് എ ട്രൈ. ദ നെക്സ്റ്റ് രണ്ട് ബഹൂർ ആട്ടോ. ഈ ബഹൂർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടുന്ന് തന്നെ സ്മെല്ല് ചെയ്ത് നോക്കി. അതിലൊരു ബഹൂർ പൊളി സ്മെല്ല. ഇങ്ങനെയാണ് അവരുടെ ബോട്ടിൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ സ്മെല്ല് ചെയ്താൽ കിട്ടില്ല, പുകയിപ്പിക്കണം. അത് ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഹൈബ. ഓക്കെ, ഇതിൻ്റെ ബോട്ടിൽ ഇങ്ങനെ വരുന്നത്. ഹൈബ. ഇത് കിഡു സാധനം, കിഡു ബഹൂറാണിത്. ദ റിയൽ ബഹൂറിൻ്റെ സ്മെല്ല് വരുന്ന ഒരു ബഹൂറാണ്. ഐ ലവ്ഡ് ഇറ്റ്. ഞാൻ ഈ രണ്ട് ബഹൂറും 3-4 ബഹൂർ സ്മെല്ല് ചെയ്യിപ്പിച്ച് നോക്കി അവരെ. ഇത് രണ്ടും എൻ്റെ മൈൻഡിലോട്ട് നല്ലോണം കയറി. പിന്നെ ഇതൊരു അറബി എനിക്ക് അയച്ചെന്ന കേട്ടോ. ഞാനൊരു അജ്മലിൻ്റെ ബറക്ക, ഒരു അറബിൻ്റെ പേജ് ടാഗ് ചെയ്തിട്ട് ഞാൻ ചെയ്തിരുന്നു. ഒരു അറബിൻ്റെ പുള്ളി നാട്ടിൽ വന്നാൽ ഈ സാധനം അജ്മലിൻ്റെ ബറക്ക അങ്ങനെ കൊണ്ടുപോകും. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു. പുള്ളീൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്, ഷെയ്ക്ക ഹെസ്സ. ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര് കൊള്ളാം, കുഴപ്പമില്ല. ഒരു അറബികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലെതർ, അതുപോലെ ഒരു ഡാർക്ക് മൂഡ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്. ബോട്ടിൽ ഇങ്ങനെ വരുന്നത്. ഞാനത് ആദ്യം ബോഡി സ്പ്രേ അല്ലെങ്കിൽ ഓൾ ഓവർ സ്പ്രേ എന്ന് വിചാരിച്ചു, പക്ഷേ അല്ല. ഇതിലും ഇമ്പിരിൽ വരെ ഉണ്ടാവും. അടിച്ചു നോക്കട്ടെ. സ്മെല്ല് കൊള്ളാം കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ വരുന്നത്. എന്താ അറ്റമൈസർ. കൊള്ളാം. ഇതിൽ എന്താ പറയുക, ഇമ്പീരിയൽ വാലിൻ്റെ ഒരു DNA ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ നല്ലൊരു ലെതർ വരുന്നുണ്ട്, ഒരു സ്പൈസി, ആ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. നല്ല സ്മെല്ലാണ്. ഇത് കുറച്ചും കൂടി സ്മെല്ല് ലൈറ്റ് ആവാണ്ട്, കുറച്ചും കൂടി മാറി വരാണ്ട്, അപ്പോൾ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എസ്കാലോൻ്റെ അൽഫ് കേട്ടോ. അൽഫ് ഞാൻ 2-3 പർച്ചേസ് ചെയ്തു. ഇത് അൽഫ് എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിച്ച് ലെവൽ ഊത് ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, പിന്നെ ഇത് അവരുടെ ന്യൂ ലോഞ്ച്ഡ് ഐറ്റം എൻസ്. ഇത് അടിപൊളി സ്മെല്ലാട്ടോ. അൽഫിൻ്റെ അത്ര ഇല്ലെങ്കിലും പക്ഷേ ഒരു വെറൈറ്റി സ്മെല്ലാണ്. ഇത് കുറച്ചും കൂടിയും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്മെല്ല്. നിങ്ങളിതിലേക്ക് സ്മെല്ല് സ്നിഫ് ചെയ്യാൻ ചാൻസ് വളരെ കമ്മിയായിരിക്കും. അത്രയും ഒരു റയറായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് എൻസ് എന്ന് പറയും എസ്കാലോൻ്റെ. ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ബോട്ടിലാട്ടോ. ഓക്കെ, ബ്ലൂ കണ്ടില്ലേ, അറ്റമൈസർ. ഒരു വെറൈറ്റി വനില വരുന്നുണ്ട്. ഇതിൽ വരുന്ന നല്ലൊരു വനില സ്പൈസി മസ്കി ടൈപ്പാണ് ഫ്രാഗ്രൻസ്. സംതിങ് യുണീക്കാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കട്ടെ. സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കൊള്ളാം. അടുത്തൊരു സാധനമാണ് ടിസിയാന ടെറൻസിൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് ബ്ലൈൻഡ് ബൈന്ന് ആരും വാങ്ങരുത്, ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുക. ടെസ്റ്റ് ചെയ്യാൻ സാധനം ദുബായ് മാളിലും
ഞാൻ ദുബായ് മൊത്തം കറങ്ങി ഈ സാധനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എവിടെയും സാധനമില്ല. ഓൺലൈനിലുണ്ട്, ചെറിയ പ്രൈസിനൊക്കെ ഉണ്ട്. പക്ഷെ അതാരും അങ്ങനെ വിശ്വസിച്ച് വാങ്ങരുത്. കാരണം ചിലപ്പോൾ കോപ്പി ആയിരിക്കാം. ഓക്കെ, ഇത് കുറച്ച് എക്സ്പെൻസീവ് സാധനമാണ്. ടിസിയാന ടെറൻസിൻ്റെ കാസ് എന്ന് പറയും. ഓക്കെ, അടിപൊളി സ്മെല്ലാട്ടത്, നല്ല സ്മെല്ലാണ്. ഓക്കെ, ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വെരി ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തരാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയിട്ടാ, ഇത് ഒരു സെൻസർ ലൈറ്റ് ആയിരിക്കും ഈ ഒരു പെർഫ്യൂമിനെ. കണ്ടില്ലേ, ഇത് ഓപ്പൺ ചെയ്താൽ ആ ഒരു ലൈറ്റ് കത്തും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ക്ലോസ് ചെയ്ത് ലൈറ്റ് ഓഫ് ആവും, തുറന്നാൽ ലൈറ്റ് കത്തും. അങ്ങനെ ഒരു പെർഫ്യൂമാണ് ഇത് വരുന്നത്. ഏകദേശം ഇങ്ങനെ ഒരു ഗോൾഡ് തീമിൽ. എൻ്റെ മോനെ, എക്സ്പെൻസീവാണ്, നല്ല എമൗണ്ട് വരുന്നുണ്ട് ഇതിന്. ഓക്കെ, ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ലാവിഷ് പെർഫ്യൂം. ഓക്കെ, ലാവിഷിൻ്റെ കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു ലാവിഷിന് ട്രൈ ചെയ്ത് നോക്ക്. ലാവിഷിൽ ഞാൻ കയറിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇൻസ്പയർഡ് സെല് ചെയ്യുന്ന ടീമാണ് കേട്ടോ ഇവർ. പിന്നെ അവരുടെ ഒരു ഓൺ ക്രിയേഷനും വരുന്നുണ്ട്. അതിൽ ഓൺ ക്രിയേഷനിൽ ഞാൻ എടുത്തിട്ടുള്ളത് ദ ഡാർക്ക് എന്നുള്ള പെർഫ്യൂം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫിയോൺസ് ഈ സാധനം യൂസ് ചെയ്യലുണ്ട്. എനിക്കൊരു പിക്ക് അയച്ചു തന്നു, ഇത് ഏതാ സാധനം എന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ടുള്ളത്. സ്മെല്ല് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു യൂണിസെക്സ് ആണെങ്കിലും ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. യൂണീക്ക് സ്മെല്ലാണ്. ഇത് അവരുടെ ഓൺ ക്രിയേഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ സാധനം ലാവിഷിൻ്റെ ദ ഡാർക്ക്. ഇതൊരു എമിറാത്തി ബ്രാൻഡ് ആട്ടോ അത്, ലാവിഷ് എന്നുള്ളത്. ഇറ്റ്സ് നല്ലൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള നല്ലൊരു ക്രിസ്റ്റൽ ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ് ഇതിൽ വരുന്നത്. അടിപൊളി സാധനം ഇട്ടത്. എനിക്ക് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ഒന്നും അങ്ങനെ ഓവറായിട്ട് ഇഷ്ടമില്ല, ലേഡീസിൻ്റെ ഫ്രാഗ്രൻസും ഇഷ്ടമില്ല. പക്ഷേ സംതിങ് റയർ യുണീക്ക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടും. ഇനി നെക്സ്റ്റ് ഉള്ളത് ദേരൻ്റെ ഒരു പ്രോഡക്റ്റ്. റോബസ്റ്റ് അല്ല, റോബസ്റ്റ് സാധനം കിട്ടാൻ ചാൻസ് വളരെ കമ്മിയാണ്, റയറാണ്. ചിലതൊക്കെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇത് ജെം സ്റ്റോൺ, അവരുടെ ഒരു ജെം സ്റ്റോൺ എന്ന് പറയും. എക്സ്പെൻസീവ് ആണ്. അങ്ങനെ കയറിയപ്പോൾ അതൊന്നും ഇങ്ങനെ എടുത്തു, ഏതെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണ്ടെന്നുള്ള രീതിയിൽ. ഇത് നല്ല സ്മെല്ല്. നമ്മുടെ മജ്ദലൂദിൻ്റെ നോയറോ ക്യൂറിൻ്റെ ഒക്കെ ഒരു DNA എവിടേക്കോ എന്നൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് ഈ ജെം സ്റ്റോണിൽ വരുന്നത്. കുഴപ്പമില്ല, നൈസ്. ദ നെക്സ്റ്റ് ഫ്രം മജിദ് അൽ ഊദിൻ്റെ 2 പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഒന്ന് അവരുടെ റസ്മി എന്ന് പറയും. റസ്മി ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഒരു ഒരു ഫ്രൂട്ടി ടൈപ്പ് ഊതാണ്. ഇതാ ഇങ്ങനെ ബോട്ടിൽ. എത്ര ml വരുന്നത് വെച്ചാൽ 50 ml ആണ് വരുന്നത്. കുഴപ്പമില്ല. ഇതിൽ എനിക്ക് മാജിദ് അൽ ഊദിൻ്റെ നോയറിൻ്റെ ഒക്കെ ഒരു DNA ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും കൊള്ളാം, സ്മെല്ല് കൊള്ളാം. ഓക്കെ, ഒരു അടിപൊളി സ്മെല്ലാണ് ഇതിൽ വരുന്നത്. കൂടുതൽ നോട്ട്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നാമത് എല്ലാം അൺബോക്സ് ചെയ്തിട്ട് ആകെ ടയേർഡായിട്ടുണ്ട്. ദ നെക്സ്റ്റ് വൺ അവരുടെ അബക്. ഓക്കെ, ഇത് എനിക്ക് ആരോ റെക്കമെൻഡ് ചെയ്തിരുന്നു, അങ്ങനെയാണ് ഞാനിത് ലിസ്റ്റിൽ വിടുന്നത്. അബക് നല്ല പ്രസൻറ്റേഷൻ വരുന്നുണ്ട്. ഇത് നല്ലൊരു സ്ട്രോങ് ലെതർ സ്പൈസി ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അടിപൊളി സ്മെല്ലാണ് അബക്കിൽ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മളെന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നതായിരിക്കും, ടെസ്റ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വാങ്ങിയപ്പോൾ എനിക്കൊരു ബഹൂർ, കുറച്ച് സാമ്പിൾ ബഹൂർ തന്നിട്ടുണ്ട്. ഒരു ബഹൂർ ഇതിലിട്ടിട്ട് തന്നിട്ടുണ്ട്. അതിൽ സ്മെൽ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ്, അത് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഗിവ് എ സബ് ചെയ്യുക. നിങ്ങൾക്ക് വെരി യൂണീക്ക്, റയർ ടു ഗെറ്റ്, ഹിഡൻ ആയിട്ട് കിടക്കുന്ന, പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന കുറേ ഫ്രാഗ്രൻസുകളുണ്ട്. അതൊക്കെ തേടി പിടിച്ച് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് എനിക്കുള്ളത്. അത് മാത്രമല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ഹിഡൻ ജമ്മായി കിടക്കുന്ന ഫ്രാഗ്രൻസിൻ്റെ ഒക്കെ ഒരു ഫാനാണ്. ഇപ്പോഴും ഈ കൂൾ വാട്ടർ, ഡിയോർ, അതുപോലെ ഷനൽ, പിന്നെ ഏതാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫ്രാഗ്രൻസ് അതൊക്കെ ഔട്ട് ഓഫ് ആയി. അതൊക്കെ ഏതോ കാലത്ത് ഇറങ്ങിയതാണ്. ഇപ്പോൾ പുതിയ ഫ്രാഗ്രൻസ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോവുക. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ റയർ ടു യുണീക്ക് ആയിട്ടുള്ള അടിപൊളി സാധനം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തോളി, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സബ് ചെയ്തോളി. യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം മീ. ഓക്കെ, അത് ഞാനൊരു ഗ്യാരണ്ടി തരാം.